അങ്ങനെ ഞങ്ങൾ സിലിഗുരിയിൽ ഇന്നലെ വൈകുന്നേരമായപ്പോൾ എത്തി. ഒരു 8:30 ആയപ്പോഴാണ് ഞങ്ങൾ എത്തിയത്. നല്ല ഹോട്ടലായിരുന്നു. പക്ഷെ ഒറ്റ കുഴപ്പമുള്ളൂ, ലിഫ്റ്റില്ല. 3-ാം നിലയുടെ മുകളിലേക്ക് നമ്മൾ 4-ാമത്തെ നിലയുടെ മുകളിലേക്ക് നമ്മൾ ലഗേജ് എടുത്ത് കൊണ്ടുപോകേണ്ടി വന്നു. കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, ലിമിറ്റഡ് ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞ് കാലത്ത് തന്നെ ഡ്രസ്സ് മാറി മെല്ലെ ഇറങ്ങി. ഇതിൽ മെല്ലെ ഇറങ്ങുകയാണ്. ഇവിടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്താൽ ഞങ്ങൾ താമസിച്ച ഹോട്ടൽ ട്രീ ബോർഡിൽ തന്നെ ഹോട്ടലാണ്. കുഴപ്പമില്ലായിരുന്നു, ചെറിയ റൂംസ് ആയിരുന്നു. 1500 രൂപയ്ക്ക്, പക്ഷേ വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ലാഭമാണ്. അപ്പോൾ അത് കാരണം അത് തന്നെ എടുത്തു. ഇനിയിപ്പോൾ ഇവിടുന്ന് 270 കിലോമീറ്റർ സംതിങ് ആണുള്ളത് ബൊങ്കേഗാവിലേക്ക്. അവിടെ നിന്ന് രണ്ട് ഫ്രണ്ട്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ അവരുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ്. അപ്പോൾ കുക്കു ലൂബ് ചെയ്യുന്നുണ്ടായിരുന്നു, ലൂബ് ചെയ്തു. ഇപ്പോൾ സാധനങ്ങൾ ലൂബ് എടുത്തു വയ്ക്കുകയാണ്. അപ്പോൾ കുക്കു ബോങ്കേക്കാം വൈകുന്നേരം ആകുമ്പോഴേക്കും എത്തുമായിരിക്കും. എത്തേണ്ടതാണ്. 6 മണിക്കൂറല്ലേ കാണിക്കുന്നത്? അപ്പോൾ അങ്ങനെ ചുമ്മാ വയ്ക്കുക, പിന്നെ എടുത്ത് വയ്ക്കാം, ചുമ്മാ വയ്ക്കുക. ഓക്കെ, അപ്പോൾ ചലോ നിങ്ങൾ മുംബൈക്കാം ഇനി ലക്ഷ്യമാക്കി പോവുകയാണ്. വെസ്റ്റ് ബംഗാളിലെ സിലിഗുരി എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് ആണ് ഇപ്പോൾ ഉള്ളത്. വെസ്റ്റ് ബംഗാളിൽ തന്നെ ഞാൻ പോയ സ്ഥലങ്ങളിലെല്ലാം ഏറ്റവും ഇഷ്ടപ്പെട്ട, കൽക്കട്ടയൊന്നുമല്ല, നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലം ഇതാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലം, നല്ല ആളുകളും നല്ലൊരു കൾച്ചറുള്ളൊരു സ്ഥലമാണിത്. വെസ്റ്റ് ബംഗാളിലെ സിലിഗുരി. കുറേ നേപ്പാൾ ഇന്ത്യൻസ് ഉണ്ട് ഇവിടെ. നേപ്പാളിൽ നിന്ന് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത കുറേ ആളുകളുണ്ട്. അങ്ങനെയും ആളുകൾ കുറേ അധികം പേര് ഇവിടെ കുടിയേറ്റക്കാർ പോലെ താമസിക്കുന്ന ഒരു സ്ഥലവുമാണ്. ഞങ്ങൾ മാപ്പൊന്ന് മാറ്റി, മാപ്പൊന്ന് ഫോണൊന്ന് ചേഞ്ച് ചെയ്തു. ഞാൻ ഐഫോണാണ് വെച്ചിരുന്നത്, അത് പക്ഷേ ലൈറ്റിൽ തീരെ കാണാനില്ല. അപ്പോൾ അത് കാരണം ഞാൻ വല്ല ഫോൺ മാറ്റി അമ്മയുടെ ഫോൺ തന്നെ ആക്കി. ലൈറ്റിൽ നല്ല വെളിച്ചത്തിൽ പ്രകാശത്തിൽ തീരെ വർക്ക് ചെയ്യുന്നില്ല എന്ന് കാണുന്നില്ല നമുക്ക് സ്ക്രീന്. അപ്പോൾ അത് കാരണം വണ്ടി നിർത്തിയിട്ട് ഇപ്പോൾ ഫോൺ മാറ്റിയിട്ടേക്കാം. ശരി, ഇനി മെല്ലെ പോകുമ്പോഴേക്കാവും. ബസ്സിൻ്റെ മുകളിൽ ഒരു ആൾ ലഗേജ് വെച്ചത് ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണത് കെട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തുമാത്രം റിസ്ക്കാന്ന് ആലോചിച്ച് നോക്കും. അതേ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അയാളത് താഴത്തേക്ക് വലിച്ചു കേട്ട. സമ്മതിക്കുന്നുണ്ട്, ജീവിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ്. അത്യാവശ്യം കുറേ ലഗേജ് ഉണ്ട് താനും. കാരണം മുകളിലത്തെ കാരിയർ കംപ്ലീറ്റ് നിറഞ്ഞിരിക്കുന്നു. ഭയങ്കര ട്രാഫിക്കാണ് ഈ ടൗൺ വിട്ട് പോകാനായിട്ട്. ഞാൻ പല പ്രാവശ്യം വഴി തെറ്റി. ഇപ്പം തന്നെ വീണ്ടും തിരിച്ചെല്ലാം ഗൂഗിൾ മാപ്പ് കറക്റ്റ് ചെയ്യും. അങ്ങനെ മെല്ലെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഒരു ജംഗ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റ് തന്നെയാണ് പോകേണ്ടത്, പറഞ്ഞ വെച്ച് ലെഫ്റ്റ്. യെസ്, ഒരു ഇതും ട്രാഫിക് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഹൈവേ എത്തിയെന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം.
ബംഗ്ലാദേശ് റൈറ്റിലേക്ക്, ഇവിടെ നിന്ന് ബംഗ്ലാദേശ് റൈറ്റിലേക്ക് 2 കിലോമീറ്ററാണ് ഉള്ളൂ. നമ്മൾ ബംഗ്ലാദേശിലേക്കുള്ള ഒരു പ്ലാന് ഇതുവരെയും തീരുമാനിച്ചിട്ടില്ല. ഞാൻ അതിനുവേണ്ടി പാസ്പോർട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് കാരണം എന്തായാലും ബംഗ്ലാദേശ് ഒഴിവാക്കിയിട്ട് ആണ് പോകുന്നത്. പിന്നെ അതേപോലെ തന്നെ മ്യാൻമാർ ആണെങ്കിലും അവിടെ ഇപ്പോൾ ഒരു പട്ടാള ഭരണം പോലെയാണ് നടക്കുന്നത്. അപ്പോൾ അത് കാരണം അവിടെയും പ്ലാനില്ല. ഇപ്രാവശ്യം നമ്മൾ നോർത്ത് ഈസ്റ്റ് മാത്രമേ പ്ലാനുള്ളൂ. അവിടെയൊക്കെ സിറ്റുവേഷൻ സപ്പോസ് കുറച്ച് വർഷത്തിനുള്ളിൽ നമ്മൾക്ക് ആരോഗ്യമുള്ള കാലങ്ങളിലൊക്കെ അത് സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ, നമുക്ക് ആരോഗ്യമുള്ള സമയങ്ങളിൽ സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ അവിടെ പോകണം. എന്തായാലും ബംഗ്ലാദേശ് ഇവിടെ നിന്ന് 2 കിലോമീറ്ററേ ഉള്ളൂ എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. മാപ്പിൽ വളരെ അടുത്ത് തന്നെയാണ്, പക്ഷേ ഇവിടെ നിന്നാണ് എൻട്രി പോയിൻ്റ് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്തായാലും മുന്നോട്ട് പോവുകയാണ്. ബോംബെഗാവ് 250 കിലോമീറ്ററോളമാണ് ഇനി കാണിക്കുന്നത്. ETA വന്നിട്ട് 6 മണിക്കൂർ, ഒരു 7 മണി സമയത്തൊക്കെയാണ്, 7 മണി സമയമൊക്കെയാണ് കാണിക്കുന്നത്. അവിടെ നോർത്ത് ഈസ്റ്റ് റൈഡേഴ്സ് മീറ്റിന് പോകുന്ന ആകെ ഡൽഹിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കുറേ പേര് അവിടെ ഉണ്ട്. ഒരു മീറ്റ് ആൻഡ് ഗ്രീറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം എന്ന് പറയാൻ പറ്റില്ല. അവർ ഓരോ ടൗണിൽ പോയി അവിടുത്തെ ക്ലബ്ബുകളിലുള്ള ആളുകളുമായി വൈകുന്നേരം ഈവനിങ് സ്പെൻഡ് ചെയ്യുന്നൊരു പ്രോഗ്രാം മീറ്റ് ആൻഡ് ഗ്രീറ്റ് എന്ന് വന്നിട്ടുണ്ട്. ഇന്ന് അത് ബൊംഗൈഗാവിലാണ്. ഞാനപ്പോൾ അത് കാരണം ബൊംഗൈഗാവിൽ നിന്ന് സ്റ്റേ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി നാളെ മുതൽ അവരുടെ കൂടെ ആണ് യാത്ര കണ്ടിന്യൂ ചെയ്യുന്നത്. നോർത്ത് ഈസ്റ്റ് റൈഡേഴ്സ് മീറ്റ് വരെ അവരുടെ കൂടെ ജോയിൻ ചെയ്ത് പോവുകയാണ്. മണിക്കൂറാണ്. പിന്നെ പെട്രോൾ പമ്പ് ജിയോൻ്റെ പെട്രോൾ പമ്പാണ്. എന്തുമാത്രം വ്യത്യാസമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നതെന്ന് നോക്കൂ. ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ ആയിട്ട്. ടെക്നോളജി ഇവർ കൊണ്ടുവരുന്ന പോലെ ഇത്രയും ഫാസ്റ്റായിട്ട് നമ്മുടെ നാട്ടിൽ എത്ര പേര് കൊണ്ടുവരുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഇന്ത്യൻ ഓയിലാണെങ്കിലും എല്ലാം കൺവെൻഷണലായിട്ടുള്ള രീതിയിലുള്ള പമ്പുകളും കാര്യങ്ങളും ഇവർ ഇത്രയും ഭംഗിയായി മെയിൻറ്റെയിൻ ചെയ്യുന്ന, ഇത്രയും നല്ല റെസ്റ്റ് റൂമുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനി തന്നെയാണ് ജിയോ. നമ്മളുടെ ഇൻഫാക്ട് നമ്മളുടെ മൊബൈൽ പോലും ഇത്രയും ചീപ്പാവാനോ, നമ്മളുടെ ഡാറ്റ യൂസേജ് ഇത്രയും ചീപ്പാവാനുള്ള ഒരു കാരണം തന്നെ ജിയോ അല്ലേ. അവർ ജിയോ വന്നതിന് ശേഷമാണല്ലോ നമുക്ക് ഇത്രയും ഡാറ്റ കുറച്ച് തരാനായിട്ട് തുടങ്ങിയത്. മൊബൈൽ കമ്പനികൾ എന്തുമാത്രം വ്യത്യാസമാണ് ആദ്യം ഉണ്ടായിരുന്നതിൽ നിന്നിപ്പോൾ. മറ്റേത് 1 GB 2 GB ഒരു മാസം കിട്ടുന്നതിന് 500 രൂപ സംതിങ് ആയിരുന്നു. ഇപ്പോൾ അത് മാറി 1 ദിവസം 2 GB ഒരു മാസം കിട്ടുന്നതിന് വേണ്ടി കൂടി 300 രൂപ കൊടുത്താൽ മതിയാവും. അതുമാത്രം വ്യത്യാസം നമ്മളുടെ ഇന്ത്യൻ എക്കോണമിയിൽ ഉണ്ടാക്കിയ കമ്പനിയാണ് ജിയോ. ഞാനത് എപ്പോഴും ഞാൻ സ്മരിക്കും. നമ്മൾ പെട്രോള് അടിച്ചു. ഞാൻ ആ പെട്രോൾ അടിക്കുന്ന പയ്യൻ്റെ അടുത്ത് ചോദിച്ചു, ബംഗ്ലാദേശ് എങ്ങനെ നമുക്ക് പോകാൻ പറ്റും, ബൈക്ക് കൊണ്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ആൾ അതിനെപ്പറ്റി അറിയില്ല. ആളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. പാസ്പോർട്ട് വേണോ എന്നും ആൾക്കറിയില്ല എന്നാണ് പറഞ്ഞത്. നമുക്കൊന്ന് എന്തായാലും ഒന്ന് അന്വേഷിച്ച് നോക്കാം. ആൾ വന്ന അവർക്ക് ഫാമിലിക്ക് ബംഗ്ലാദേശിൽ സ്ഥലമുണ്ട്. അവർ കൃഷി ചെയ്യാനൊക്കെ ആയിട്ട് ബംഗ്ലാദേശ് അവിടെ പോകാറുണ്ട്. അതിവിടെ സാധാരണ സംഭവമാണ്. അവിടെ പോയിട്ട് തിരിച്ച് വരും ആൾ. പക്ഷേ ജോലി ചെയ്യുന്നത് ഇവിടെ പമ്പിൽ ആണ് എന്നും പറഞ്ഞു. അപ്പോൾ ആരെങ്കിലും ബൈക്കുകളിൽ ഇവിടെ ഇന്ന് കാലത്ത് പോകുന്നത് കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കുറച്ച് പേര് പോകുന്നത് കണ്ടു, 8-10 പേര്. അപ്പോൾ നമ്മളുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്ന ആളുകളാകാനാണ് സാധ്യത. എന്തായാലും 100 പേരുടെ അടുത്തുള്ള ഒരു ഗ്രൂപ്പ് പോകുന്നത് അവർ കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരി, ഓക്കെ.
അപ്പോൾ താങ്ക് യു പറഞ്ഞ് മെല്ലെ ഇറങ്ങി. ഇനി നേരെ ബൊംബൈഗാവ്. വൈകിട്ട് 6:30 ETA കാണിക്കുന്നത്. നോക്കാം. പശുക്കൾ ഇനി 230 കിലോമീറ്ററാണ് ബൊംബൈഗാവ്. എനിക്ക് ആസാമിലേക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് കയറാറായി. ആസാമിൽ വെച്ചിട്ടാണ് കഴിഞ്ഞ വർഷം ഞാൻ ഈ നോർത്ത് ഈസ്റ്റ് റൈഡിൻ്റെ കാര്യത്തിന് ഇതായിട്ട് വരുന്ന സമയത്ത് എനിക്കൊരു ആക്സിഡൻറ്റ് നടന്നത്. കുറച്ച് ഉള്ളേരിയയിലായിരുന്നു. ഞാൻ തവാങ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്ന വഴിക്ക് ഉദൽഗിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചായിരുന്നു അത് ആക്സിഡൻറ്റ് നടന്നത്. അതിൻ്റെ ഒരു എന്താ പറയുക, തണുപ്പ് ഇപ്പോഴും ശരീരത്തിൽ നിന്ന് മാറിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം കാണുമ്പോഴും കണ്ടപ്പോഴും എല്ലാം ചെറിയ ആക്സിഡൻറ്റ് ആയിരുന്നു. പക്ഷേ കാലിലെ 2 എല്ല് ഒടിഞ്ഞു. ഫിബുല ടിബിയ എന്ന് പറഞ്ഞ 2 എല്ലുകൾ ഒടിഞ്ഞു. കാല് നിലത്ത് വയ്ക്കാൻ പറ്റാത്ത കണ്ടീഷനായി. പിന്നെ അത് കഴിഞ്ഞ് ഫ്ലൈറ്റ് പിടിക്കാനായിട്ട് ചെന്നു. അത് കഴിഞ്ഞ് ഗുവാഹത്തി ചെന്നതിന് ശേഷം അവിടെ ഫ്ലൈറ്റ് സൂസൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. തിരിച്ചു വരാനായിട്ട് വണ്ടി പാഴ്സൽ കാര്യങ്ങളൊക്കെ റോഷൻ ചെയ്തു. റോഷന് തോളിൽ താങ്ങി എന്നെ റോഷൻ കുറേ പൊക്കിക്കൊണ്ട് നടന്നിട്ടുണ്ടെന്ന് എന്നെ കൊണ്ടുവന്നു. എയർപോർട്ടിൽ ചെന്ന സമയത്താണ് മനസ്സിലാവുന്നത്. എയർപോർട്ടിൽ എയർ ഇന്ത്യയിൽ 24 മണിക്കൂർ 48 മണിക്കൂറിനുള്ളിൽ ആക്സിഡൻറ്റ് ബോൺ ഫ്രാക്ചർ ആണെങ്കിൽ അവർ എയർലൈനിൽ കയറ്റില്ല എന്നുള്ള നിയമം അവർ പുതുതായി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ക്യാൻസൽ ചെയ്യുകയല്ല, അത് പിന്നീട് റീഫണ്ട് ചെയ്യുകയാണ് ചെയ്തത് 1 മാസത്തിന് ശേഷം. അന്നത്തെ ടിക്കറ്റ് ഫെയർ എന്ന് പറയുന്നത് ഗുവാഹത്തിയിൽ നിന്ന് ഒരാൾക്ക് ഓൾമോസ്റ്റ് 55,000 റുപ്പീസാണ് അന്ന് ഇങ്ങോട്ട് വരാൻ. ഇവിടെ കോയമ്പത്തൂർ വരെ ഉള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്. ഈവൻ UK പോലും പലപ്പോഴും ആ റേറ്റ് വരത്തില്ല. അപ്പോൾ 1 സൈഡ് ഫ്ലൈറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ ആദ്യത്തെ ഒരു 1 lakh അങ്ങനെ പോയി. അത് കഴിഞ്ഞ് വീണ്ടും പിറ്റേ ദിവസത്തേക്ക് റോഷൻ പറഞ്ഞ് ഇൻഡിഗോ എയർലൈൻസിൽ ടിക്കറ്റ് കിട്ടുകയുണ്ടായി. ഇൻഡിഗോയിൽ ഹൈ പോസ്റ്റിൽ റോഷൻ അറിയുന്ന ഒരാൾ ഉണ്ടായിരുന്നു. ആളുമായി സംസാരിച്ച് സ്പെഷ്യൽ പെർമിഷൻ എല്ലാം എടുത്ത് ഇൻഡിഗോ ഫ്ലൈറ്റിൽ കയറി. പല ആളുകളും വന്ന് എന്നെ വിളിച്ച് ഹെൽപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ, ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്. മറ്റേ MP നമ്മളെ നാട്ടിലെ തൃശ്ശൂരിലെ MP സുരേഷ് ഗോപിയുടെ പേഴ്സണൽ സ്റ്റാഫെല്ലാം വിളിച്ചിട്ട് എൻ്റെ ആവശ്യമുണ്ടെങ്കിലും പറഞ്ഞാൽ മതി എന്നെല്ലാം പറഞ്ഞിരുന്നു. പിന്നെ റോഷൻ്റെ ഫ്രണ്ട് വഴി ഇവിടുത്തെ ആസം ഗവർണറുടെ PA ആസം ഗവർണർ വരെ വിളിച്ച് പറഞ്ഞിരുന്നു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്നല്ല. പിന്നെ നമുക്ക് തന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റി എന്നുള്ളതുകൊണ്ട് പിന്നെ ആരെയും ബുദ്ധിമുട്ടിക്കേണ്ടി വന്നില്ല. അപ്പോൾ അന്നത്തെ യാത്രയുടെ ഓർമ്മകൾ ഇപ്പോഴും അങ്ങനെ നല്ല ചൂടായി നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് കൊണ്ട് ഈ വഴിയിലൂടെ ഇപ്പോഴും എനിക്ക് ഒരു ലെവലിൽ മേലേക്ക് പോകാനായിട്ട് തോന്നുന്നില്ല. അപ്പോൾ അതാണ് കഴിഞ്ഞ വർഷം എൻ്റെ യാത്ര അവസാനിക്കുന്നതിനുള്ള കാരണം. ഈ വഴിയിലൂടെയൊക്കെ തന്നെയായിരുന്നു അന്നും പോയിരുന്നത്. പക്ഷേ അത് ഡാർജിലിങ്ങിൽ പോയി, അവിടെ നിന്ന് ഗാങ്ടോക്കിൽ പോയി. ഗാങ്ടോക്കിൽ നിന്ന് അവിടെ നിന്ന് തവാങ്ങിൽ പോകുന്ന സമയത്തായിരുന്നു എനിക്ക് ഈ ആക്സിഡൻറ്റ് ഉണ്ടായത്. അപ്പോൾ അത് കാരണം ഇവിടെ നിന്ന് എനിക്ക് അറ്റ്ലീസ്റ്റ് ഇപ്രാവശ്യം നന്നായിട്ട് ഓടിച്ച് എല്ലാ സ്ഥലവും കാണാനുള്ള ഒരു ഭാഗ്യമുണ്ടാവണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എപ്പോഴും. ഒന്നും കുറേ കാര്യങ്ങൾ നമ്മളുടെ കയ്യിലല്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്.
ഈ പ്രാവശ്യം നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അവിടെ റെയിൽവേ പാലം കാണാം. സ്ഥലത്തിൻ്റെ പേര് ഞാൻ നോക്കിയില്ല. ഈ ബ്രേക്ക് ചായ കുടിക്കാം എന്ന് വിചാരിച്ചു. ഇനി ഇവിടുന്ന് 24 കിലോമീറ്റർ ഉണ്ട് മെല്ലെ പോകുന്നത്. അപ്പോൾ അത് കാരണം തന്നെ 6:30 ആവും എത്തുമ്പോൾ. ഞാൻ ഈ വഴിയിലൂടെ കുറച്ച് മെല്ലെ ആണ് ഞാൻ പ്ലാൻ ഉള്ളൂ. എന്തായാലും അരുണാചൽ മെല്ലെ മെല്ലെ പോയി എത്താം. അവിടെ ചെന്നിട്ട് ക്ലബ്ബ് മെമ്പേഴ്സിനായിട്ടൊന്ന് സംസാരിക്കാം. അതാണ് നമ്മളുടെ മെയിൻ റിക്വയർമെൻറ്റ്. ഇനി ഇവിടുന്ന് 200 കിലോമീറ്ററാണ് ഉള്ളത് മുംബൈഗാവും. ധൂപ്ഗുരി നല്ല റഷുള്ള ടൗണാണ്. പക്ഷേ ഈ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകൾ കുറച്ച് ലേറ്റ് ബാക്ക്ഡ് ആണോ എന്ന് എനിക്കറിയത്തില്ല. അത് തോന്നുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും റോഡ് ശ്രദ്ധിച്ചിട്ടല്ല റോഡ് ക്രോസ് ചെയ്യുന്നതൊന്നും. എല്ലാവരും വെറുതെ എടുത്ത് വീട്ടിൽ നടക്കുന്ന പോലെ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം അവർക്കും നമുക്കും. നമ്മളിവിടെ സ്റ്റക്കാവും എന്നുള്ളതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക എപ്പോഴും. അവരെന്ത് ചിന്തിച്ചിട്ടാണ് അവർ ഇങ്ങനെ ചെയ്യണതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ കാറ് കുറച്ച് നേരമായിട്ട് റാഷ് ഡ്രൈവിങ് ഫ്രണ്ടിലും സൈഡിലൊക്കെ നിന്നിട്ട് പലരുടെ. അപ്പോൾ അതങ്ങടെ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സമാധാനം ഉണ്ടാകും. ഇല്ലെങ്കിൽ നല്ല ഹൈവേ കിട്ടുമ്പോൾ ആളെ ഓവർടേക്ക് ചെയ്യണം. അപ്പോൾ പിന്നെ കുഴപ്പമുണ്ടാവില്ല. അന്ന് ആസാം വഴി പോകുന്ന സമയത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഞാനന്ന് ആക്സിഡൻ്റ് ആവുന്നതിനൊക്കെ മുന്നേ ഞാൻ പോയിരുന്ന വഴി ഉൾഗ്രാമത്തിലൂടെ ആയിരുന്നേ. നമുക്ക് എപ്പോഴും അവിടെ എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലും അല്ലെങ്കിൽ ബാക്കിലും ആയിട്ട് ഒരു കുളം. എല്ലാ വീടിനും 2 സെൻറ്റുള്ള വീട് ആണെങ്കിൽ കൂടി മുന്നിലൊരു കുളം അവർ കുത്തിയുണ്ടാവും. ഇനി മീനെ വളർത്താനാണോ എന്താണോ എന്നറിയത്തില്ല. വാട്ടർ കളക്ഷന് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന നമ്മളുടെ മഴവെള്ള സംഭരണം പോലെ ചെയ്തിരിക്കുന്ന ഒരു സംഭവം തോന്നിയ കിണർ റീചാർജിങ് ഒക്കെ പോകുന്ന പോലെ ഒരു കുഴിയെടുത്ത് അതൊരു കുഞ്ഞേ കുളം. അപ്പോൾ അവിടെ വെള്ളം കെട്ടിക്കിടക്കും. അവിടെ അല്ല ഒന്നും ചീത്ത ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന പോലെ മോശമായ പോലെ മണമുണ്ടാകുന്നൊരു കുളങ്ങളല്ല. എല്ലാം നീറ്റായിട്ടുള്ള കുളങ്ങൾ. എല്ലാ വീട്ടിലും അടുപ്പിച്ചുള്ള എല്ലാ വീടുകളിലും അങ്ങനെ ഗ്രാമങ്ങളിലൂടെ പോകുമ്പോൾ നല്ല ഒരു യാത്രയായിരുന്നു അത് ഞാൻ ഇനിയും പോകുന്നുണ്ട് അതുവഴി. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അതികൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കുന്നതാണ്. ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. എൻ്റെ ക്ലൗഡിൽ അത് ഉണ്ട്. ഞാനത് ഒരു സമയം നോക്കി അത് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനത് വീണ്ടും കാണിച്ചു തരുന്നതാണ്. അലൻ ബാക്കിൽ വരികയാണ്. ഇപ്പോഴാണ് ഒന്ന് സമാധാനമായി കുറച്ചൊക്കെ ഒന്ന് വണ്ടി ഓടിക്കാനുള്ളൊരു ധൈര്യം നമുക്ക് ഈ വഴിക്കടെ വന്നു തുടങ്ങിയത്. എന്നാലും ബൈക്കുകൾക്ക് യാതൊരു രീതിയിലുള്ള ഒരു കെയറിങ്ങും കൊടുക്കാത്ത രീതിയിലുള്ള ലോറിക്കാരാണ് ഇവിടെ കാണുന്നത്. നമുക്ക് 2 സൈഡിലും നമ്മുടെ നാട്ടിലെ കുന്നുകളിലാണ് തേയിലത്തോട്ടമെങ്കിൽ ഇവിടെയെല്ലാം ഗ്രൗണ്ട് ലെവലിലാണ് തേയിലത്തോട്ടങ്ങൾ. ഈ വലതുവശത്ത് കാണുന്നതും ഇടതുവശത്തും എല്ലാം തേയിലത്തോട്ടങ്ങളാണ്. കണ്ടോ? നല്ല രസമുള്ള തേയിലത്തോട്ടങ്ങൾ. ഫോട്ടോ എടുക്കാനാണെങ്കിലും വളരെ നല്ലതായിരിക്കും. പക്ഷേ ഇപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കുന്നില്ല. മുമ്പ് എടുത്ത ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട്. സിലിഗുരി എത്തുന്ന സമയങ്ങളിൽ നമുക്ക് കാണാം. ഇതേപോലെ സിലിഗുരിയിലും ഇതേപോലെ തന്നെ തേയിലത്തോട്ടങ്ങൾ ഗ്രൗണ്ട് ലെവലിൽ ഇങ്ങനെ ഉണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. സൈഡിൽ നിർത്തി ഫോട്ടോ എടുക്കാനും നല്ല മനോഹരമാണ്.
നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയുള്ള ആളുകളെ കാണാനായിട്ട് സാധിക്കും. ഇങ്ങോട്ട് കയറിയതോടുകൂടി ഒരു നല്ല കാടിനകത്ത് കയറിയതോടുകൂടി നല്ല തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി മെല്ലെ ആളുകളിങ്ങനെ മെല്ലെ മെല്ലെ വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു ബൈക്ക് അങ്ങോട്ട് പോയി, അത് എനിക്ക് സംശയം മറ്റേ ബ്ലോഗറാണോ നമ്മളുടെ ദീപ് രഞ്ജൻ സച്ചനാണോ എന്ന് സംശയമാണ്. ആളുടെ പോലെ ആണ് തോന്നിയത്. ട്രയംഫ് ആയിരുന്നു. ഇല്ല, ആളല്ല, ആള് ചന്ദൻ്റെ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പോലീസ് ജീപ്പാണ്. അതും നമുക്ക് സൈഡ് തരാതെ തന്നെയാണ്, നമുക്കെന്നല്ല ആർക്കും സൈഡ് തരാതെയാണ് പോകുന്നത്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ നാടുകളിലൊക്കെ ബൈക്ക് ക്ലബ്ബുകൾ ഉള്ളവർ അല്ല, ക്ലബിൻ്റെ ഭാഗമായി അവർ അവരുടെ ക്ലബിൻ്റെ ഫ്ലാഗ് കുത്തി പോകുന്ന ഒരു ശീലമുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് അവർ വരികയാണെങ്കിലും, ഇവിടെ മാത്രമല്ല, അവർ റൈഡർമേനിയ സൗത്ത് ഇന്ത്യയിൽ വരികയാണെങ്കിലും ഈ നാട്ടിലുള്ള നാഗാലാൻഡ് ഇല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ നിന്ന് വരുന്ന ആളുകൾ ഫ്ലാഗ് കുത്തിയിട്ടാണ് പലപ്പോഴും വരാറ്. അങ്ങനെ ഒരു ബൈക്ക് മുന്നിൽ പോയിരുന്നു. അവരുടെ തന്നെ കൂട്ടത്തിലുള്ള ആളുകളാണെന്ന് തോന്നുന്നു. ഒരാൾ ബാക്കിൽ വരുന്നുണ്ട്. വലിയ ഫ്ലാഗാണ്. നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റൈനോസറസ് ആണ്, കണ്ടാമൃഗം ആണ് ഇവിടെ കൂടുതലായി കണ്ടുവരുന്നത്. ഇവിടെ പോകുന്ന വഴിക്കെല്ലാം അതിൻ്റെ ഫോറസ്റ്റ് സൈറ്റ് സീയിങ്ങിന് ഉള്ള പല സെൻറ്ററുകളും കണ്ടു നമ്മൾ. പക്ഷേ അവിടെയൊന്നും ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടില്ല അപ്പോൾ കയറാനായിട്ട്. അപ്പോൾ മുന്നോട്ട് തന്നെ പോകുന്നു. സ്ഥലം ക്രോസ് ചെയ്തു. ഞാനന്ന് വണ്ടി ഇടിച്ച ജയ്ഗാവ് എന്ന് പോകുന്ന സ്ഥലം ഇവിടുന്ന് 18 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ അതൊരു ഗ്രാമപ്രദേശമാണ്. ഇത് കുറച്ചും കൂടി നല്ല ഹൈവേയും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് മണ്ണിട്ട വഴിയായിരുന്നു. ഒരു 10-30 കിലോമീറ്റർ മണ്ണിട്ട വഴിയിലൂടെ പോയിട്ട് അതിനുശേഷമായിരുന്നു ഒരു ടേണിങ്ങിൽ വെച്ച് ഒരു പോക്കറ്റ് റോഡിൽ നിന്ന് വന്ന കാറ് എന്നെ ഇടിച്ചത്. അവിടെ വെച്ച് ജയ്ഗാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അത് കഴിഞ്ഞിട്ട് എന്നെ അഡ്മിറ്റ് ചെയ്തെല്ലാം ജയ്ഗാവ് ഹോസ്പിറ്റലിലായിരുന്നു കൊണ്ടുപോയത്. ഇടിച്ച ആൾ തന്നെയാണ് എന്നെ ആളുടെ വണ്ടിയിൽ തന്നെയാണ് കയറ്റിയിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും എക്സ്റേ എടുത്തതും കാലിനുള്ള ആദ്യം യാത്ര ചെയ്യുന്നതിന് വേണ്ടി പ്ലാസ്റ്റർ ഇട്ടതെല്ലാം അവിടെ തന്നെ ആയിരുന്നു. ഈ വഴിയിലൂടെ ഞാനിപ്പോൾ ഇങ്ങോട്ടുള്ള ഘട്ട ആദ്യമായിട്ടാണ് ഞാൻ കയറുന്നത്. കുഞ്ഞ് ഹോട്ടലുകളുണ്ടോയെന്ന് നോക്കണം. ഹോട്ടലുകളുണ്ട്. ശരി, അപ്പോൾ അവിടെ നിർത്തട്ടെ. ഹോട്ടലുകളുണ്ട്.
ചായ വാങ്ങിക്കാം, ഭക്ഷണം കഴിക്കാനുള്ള ഹോട്ടലിൽ നിന്നൊക്കെ ഞാൻ കണ്ടു. പക്ഷേ വളരെ ചെറുതാണ്, വലിയ ഹോട്ടലിലൊന്നും ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ ഇനി അങ്ങോട്ട്? എന്നാൽ പോയി നോക്കാം. ചായ അല്ല, ഭക്ഷണം കഴിക്കാം. എന്ത് ചായ? അയ്യോ പൊന്നു പോന്നെ, ചായക്കട ഡാർജിലിംഗ് നിന്ന് വാങ്ങിച്ചത് ഇപ്പോഴും അവിടെ പൂത്തിരിക്കുന്നുണ്ട്. ചായപ്പൊടി ക്യാൻസൽഡ്. ചായയും കാപ്പിയും എല്ലാം കഴിക്കാം. ഇവിടെ നിന്ന് എയർഫോഴ്സ് ഉണ്ടോ? എയർഫോഴ്സ് ബേസ് ആണോ? എയർഫോഴ്സ് സ്റ്റേഷൻ ഹാഷിമാര. ഇവിടെയാണോ നമ്മളുടെ റഫാൽ കിടക്കുന്നത്? ഇവിടെയാണോ റഫാൽ കിടക്കുന്നത്? അറിയോ? ഇവിടെയാണോ റഫാൽ കിടക്കുന്നതെന്ന് ചോദിക്കാം. വേണ്ട, ആ തേറി ചോദിച്ചാലോ വാച്ച്മാൻ്റെ അടുത്ത്. റഫാൽ അകത്തുണ്ടോ? റഫാൽ അകത്തുണ്ടെങ്കിൽ ഒന്ന് പറയണേ. എന്തായാലും നൂറൊന്നല്ല കേട്ടോ. അങ്ങനെയെങ്കിൽ ഈ പരിപാടിക്കായിട്ട് വരണ എന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടും കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെയുള്ള ക്ലബിൽ നിന്നുള്ള ആളുകളായിരുന്നു. വൺ മിസ്റ്റർ രാജു ഭയ്യ എനിക്കവിടെ ഓൾറെഡി ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഹോട്ടൽ അവിടെ ബുക്ക് ചെയ്ത് തന്നു. അപ്പോൾ ഓൾറെഡി അവരുടെ ഗ്യാങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും കൂടെ ഉള്ളൂ. കുക്ക് അവിടെ ഫുഡ് ഓർഡർ ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള ക്ലബിൻ്റെ ആളുകളാണ്. ഞങ്ങൾ വന്നപ്പോൾ ഹോട്ടൽ ബുക്കിങ്ങിന് വേണ്ടിയിട്ട് പറഞ്ഞതായിരുന്നു. ഇങ്ങനെ ഓരോരോ ഗ്രൂപ്പുകളായിട്ട് 10, 50, 100 ബൈക്കുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതലും നോർത്ത് ഈസ്റ്റ് എന്നുള്ള ആളുകൾ തന്നെയാണ് ഈ ബൈക്ക് റൈഡുകളിൽ വരുന്നത്. സൗത്ത് ഇന്ത്യയിൽ നിന്ന് കുറവാണ് കമ്പാരിറ്റീവ്ലി. പക്ഷേ അത്യാവശ്യം പാർട്ടിസിപ്പൻസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സൗത്ത് ഇന്ത്യൻ ആണെങ്കിലും അവിടെ ചെല്ലുമ്പോൾ തന്നെ കൂടുതലായിട്ട് അറിയുള്ളൂ. അവർ കുക്ക് ഈസ് ഹിയർ വെയിറ്റിംഗ് ഫോർ ഫുഡ്. അപ്പോൾ ഉച്ചത്തെ ഭക്ഷണവും വൈകുന്നേരത്തെ ചായ കൂടിയും എല്ലാം ഒരുമിച്ച് കഴിച്ചു. 4:30 സമയം. ഓരോരോ ക്ലബ്ബുകളായിട്ട് ഗ്രൂപ്പായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കണ്ട 2 ക്ലബ്ബുകളും സിക്കിമിൽ നിന്നുള്ള ക്ലബ്ബുകളായിരുന്നു. അവരിൽ ഒരു രാജു ഭയ്യ എന്ന് പറഞ്ഞൊരു കക്ഷി എനിക്ക് ബംഗാളിൽ റൂം അറേഞ്ച് ചെയ്തു ഫോൺ ചെയ്തിട്ട്. അപ്പോൾ ഞാനിങ്ങനെ നിങ്ങൾ താമസിക്കുന്ന അവിടെ ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആളത് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് താമസിക്കാമെന്നാണ് വിചാരിക്കുന്നത്.
ഇവിടുന്ന് 130 കിലോമീറ്ററാണ് ഇനി ബൊങ്കൻകാവിലേക്കുള്ളത്. അത് 7:30 കാണിച്ചിരിക്കുന്ന സമയം. മെല്ലെ തണുപ്പ് തുടങ്ങി. 5:30 ആകുമ്പോൾ യൂഷ്വലി ഈ ഭാഗങ്ങളിൽ കംപ്ലീറ്റ്ലി ഇരുട്ട് ആവാറുണ്ട്. അപ്പോൾ ഇന്നലെ എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ 5:30 ആകുമ്പോഴേക്കും ലൈറ്റ് ഇട്ടിട്ട് ഇത് ചെയ്യേണ്ടി വരും. ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ നല്ല തണുപ്പുമാണ്. അപ്പോൾ ആ സമയത്തേക്ക് ഞാൻ എൻ്റെ ഗ്ലൗസ് മാറും, തെർമൽ ഗ്ലൗസ് ഇടും, അതേപോലെ തന്നെ ജാക്കറ്റ് ഇടും. അതില്ലാതെ എനിക്ക് ഞാൻ മുമ്പും പറഞ്ഞിരുന്നു, എനിക്ക് യാത്ര ചെയ്യാൻ വളരെ പ്രയാസമാണ്. തണുപ്പ് തീരെ എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് യാത്ര ചെയ്യുന്ന സമയത്ത്. കണ്ടു, വലതുവശത്ത് കാണുന്നത് ടീ എസ്റ്റേറ്റുകളാണ്. ലെഫ്റ്റ് സൈഡിൽ കാടാണ്. അപ്പോൾ ഇവിടെ കൂടുതൽ ഇത് ടൈഗർ റിസർവ് ആണ്. ടൈഗർ റിസർവിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. അതേപോലെ തന്നെ കണ്ടാമൃഗങ്ങളും ആണ് ഇവിടുത്തെ മെയിൻ. ആന എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ സൈൻ ബോർഡുകൾ കാണിച്ചിരിക്കുന്നത്. രാത്രി ആയാൽ ശ്രദ്ധിക്കണമെന്ന് അവിടുത്തെ ഹോട്ടലിലെ ആൾ പറഞ്ഞു. അത് കാരണം തന്നെ നമ്മൾ കുറച്ചൊന്ന് സ്പീഡ് എടുക്കുകയാണ്. 7:30 ആവും ഞങ്ങളവിടെ ബൊങ്കൻകാവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ടൗണിലേക്ക് എത്തുന്നതിന്. അതുവരെയും ഇതേപോലെ കാട് തന്നെയാണ്. 130 കിലോമീറ്ററാണ് ഇനി അവിടേക്ക് പോകേണ്ടുന്ന ദൂരം. നല്ല സൂര്യാസ്തമയം നമുക്ക് കാണാം. ഇപ്പോൾ അത് മരത്തിൻ്റെ ഇടയിൽ ഒളിഞ്ഞിരിക്കുകയാണ്. നല്ല പൂർണ്ണമായി നമുക്ക് കാണാവുന്ന ഒരു സൂര്യാസ്തമയമാണ്. നമ്മളുടെ നാട് വിട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും നമ്മളുടെ നാടിനോട് ഇണങ്ങുന്ന രീതിയിൽ ഒരേപോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന സ്ഥലമാണ് ഈ ആസാം ഹൈവേസ്. പ്രത്യേകിച്ച് അതേപോലെ പച്ചപ്പും കവുങ്ങും. തെങ്ങ് മാത്രം ഇല്ലാത്തുള്ളൂ, കവുങ്ങ് ഇഷ്ടപ്രകാരമാണ് ഇവിടെ. കുറേ കവുങ്ങുകളിലെ എസ്റ്റേറ്റുകൾ പോലെ ഞാൻ കണ്ടായിരുന്നു. റോഡ് സൈഡിൽ തന്നെയാണ് പലതും. ഈ കാട്ടിലൂടെയുള്ള യാത്ര എന്തുമാത്രം രസമുള്ളതാണെന്ന് നോക്കും. ഇതേപോലെ നല്ല ഹൈവേസ് ആണെങ്കിൽ ഇപ്പോൾ രണ്ട് സൈഡിലും കാടായി, നല്ല തണുപ്പുമായി. വൈകുന്നേരം 4:30 കഴിഞ്ഞതേ ഉള്ളൂ, 4:39 ആയതേ ഉള്ളൂ. പക്ഷെ നല്ല തണുപ്പായി. മിക്കവാറും ഇപ്പോൾ തന്നെ ഇരുട്ടാവുന്നതിന് മുന്നേ തന്നെ ഗ്ലൗവും കാര്യങ്ങളും മാറ്റേണ്ടി വരും. അലനാണ് ഫ്രണ്ടിൽ പോകുന്നത്. അപ്പോൾ അത് കാരണം ഒന്ന് ആളെ ഇൻഫോം ചെയ്തിട്ട് മാത്രമേ എനിക്ക് നടത്താൻ പറ്റുള്ളൂ. ഇങ്ങനെ കാടായതുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് പോകുന്നത് തന്നെയാണ് സേഫ്. ഒരാളെ മുന്നിൽ പോയി പിന്നിൽ കൂടെ നമ്മൾ പോയി ക്യാച്ചപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് പലപ്പോഴും നടക്കത്തില്ല. നമ്മൾ 1 മിനിറ്റ് ഗ്യാപ്പാണെങ്കിൽ കൂടി ആളുമായി പിന്നെ ക്യാച്ചപ്പ് ചെയ്യാനായിട്ട് ഒരു 10 മിനിറ്റിന് മേലെ
പിന്നാലെ പോകണം. ഇല്ലെങ്കിൽ നമ്മൾ ഓവർ സ്പീഡിൽ നമ്മൾ പോകേണ്ടി വരും, ഒരു 8 മിനിറ്റ് 9 മിനിറ്റ്. സോ അപ്പോൾ അത് കാരണം നമ്മൾ നിർത്തി, ആളെന്ന് ഫോൺ ചെയ്ത് നിർത്താൻ പറഞ്ഞ് നിർത്തി ഒരുമിച്ച് മാത്രമേ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ സ്റ്റോപ്പിങ് ചെയ്യാറുള്ളൂ. റോഡെന്ന് പറയുമ്പോൾ ഇതേപോലെ വന്ന് ഇതുപോലത്തെ റോഡുകളുണ്ട്. എല്ലാം പണി നടക്കുന്ന സ്ഥലങ്ങളാണ്, ഇതെല്ലാം മാറും. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് കണ്ടിട്ട്. ഒരു ചെറിയ സ്ട്രെച്ച് മാത്രമേ ഉള്ളൂ, വീണ്ടും നല്ല റോഡുകൾ വീണ്ടും തുടങ്ങുകയായി. ഈ റോങ് സൈഡ് കയറി വരുന്നതാണ് സഹിക്കാൻ പറ്റാത്തത്. പലരും ആ ചുവന്ന നമ്പർ പ്ലേറ്റ് കാണുന്നത് ജീപ്പ്, അതേപോലെ പല വാഹനങ്ങളിലൂടെ ചുവന്ന നമ്പർ പ്ലേറ്റ് കാണും. അത് നേപ്പാൾ രജിസ്ട്രേഷൻ വണ്ടികളാണ്. അവർക്ക് നാട്ടിൽ ഇന്ത്യയിൽ വരുന്നതിന് തടസ്സമില്ല. എത്രയോ സമയത്ത് അല്ല ദിവസത്തെ പെർമിറ്റാണെന്ന് തോന്നുന്നു. നമുക്കും അതേപോലെ നമ്മളുടെ വണ്ടിയും കൊണ്ട് പെർമിറ്റ്, സ്പെഷ്യലി പെർമിറ്റൊന്നും എടുക്കാതെ തന്നെ അവിടെ പോയി ഒരു ദിവസം താമസിക്കാവുന്നതാണ്. താമസിക്കുകയെന്ന് വെച്ചാൽ വണ്ടി ഓടിക്കാവുന്നതാണ്. തിംഫു ടൗണിൽ ഓൺലൈനിൽ ജസ്റ്റ് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെ ഭൂട്ടാനിൽ നമുക്ക് വണ്ടി ഓടിക്കാം, അവിടെ നടക്കാം, അവിടുത്തെ ഹോട്ടലിൽ പോകാം, സാധനങ്ങൾ വാങ്ങിക്കാം, തിരിച്ചു വരാം, പെട്രോൾ അടിക്കാം. പെട്രോൾ കൂടിയിട്ട് 50 രൂപയുള്ളൂ. ഇന്ത്യ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന സബ്സിഡൈസ്ഡ് റേറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന പെട്രോളാണ് ഭൂട്ടാനിൽ. പെട്രോൾ ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. പെട്രോളിൻ്റെ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ഗുവാഹത്തി 292, നെൽബാരി ബൊങ്കൈഗാവ് 106 കിലോമീറ്റർ. കുന്നംകുളത്തുനിന്ന് എറണാകുളം പോകുന്ന ദൂരമാണിത്. പക്ഷേ അത് കാണിക്കുന്ന സമയം 1 മണിക്കൂർ 1.5 മണിക്കൂറാണ് കാണിക്കുന്നുള്ളൂ. നല്ല ട്വൈലൈറ്റ് ഓടിക്കാൻ നല്ല രസമുണ്ട്.
बाइकर्स भी है उधर है? हेलो, और बाकी बाइकर्स भी इधर है? हेलो, ബൊങ്കൈഗ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുന്നു. ഇവിടെ ഒരു റൂം ക്ലബിലുള്ളൊരു കക്ഷി എൻ്റെ അടുത്ത് പറഞ്ഞു തന്ന റൂമാണ്. അവിടെ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. റൂം കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ എടുക്കാം. ഇല്ലെങ്കിൽ ഹോട്ടൽ ഹിമാലയ, ഈ ഹോട്ടലിലും കുറേയധികം ക്ലബിൽ നിന്നുള്ള മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ അവരുടെ കൂടെ ജോയിൻ ചെയ്യും. ഹോട്ടൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ്. ഗ്യാങ്ജിമ. രണ്ടാണെങ്കിലും पार्किंग रूम के लिए कॉल किया था. सामान है. बाइक किधर रखेंगे? रात में कुछ कोई होगा? हाँ हाँ हाँ. कितना है रूम के लिए? रूम कितना है? 2000 का मिलेगा, कम मिलेगा, 1200 में मिलेगा. 500 में 1200 1300 रूम को. അങ്ങനെ ഞങ്ങളുടെ 8ാമത്തെ ദിവസം യാത്ര കഴിഞ്ഞു. ഞങ്ങൾ ആദ്യം ഇപ്പോൾ ഈ പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ താമസിച്ചില്ല. ഞങ്ങൾ ഹിമാലയ എന്ന് പറഞ്ഞ അടുത്ത് തന്നെയുള്ള ഹോട്ടലിൽ പോവുകയാണ് ഉണ്ടായത്. ഇപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ മാപ്പിൽ കാണാം. മാപ്പിൽ ഈ പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. നീല ഡോട്ട് കാണുന്നതാണ് ഞങ്ങൾ ഹിമാലയ പോയ സമയത്ത്, ഹോട്ടലിൽ പോയ സമയത്ത് അവിടെ ഇങ്ങനെ ഒരു ഇവൻ്റ് നടന്നുകൊണ്ടിരിക്കുക. ബോബ് MC കണക്ട് എന്ന് വന്നിട്ട് കാർത്തിക് വന്ന ആൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആപ്പ് സ്റ്റോറിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ പറയുകയായിരുന്നു. യൂസസ് ഓഫ് ബോബ് MC ആൻഡ്. എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ യാത്ര അവസാനിച്ചു. ഇന്ന് അവിടെ തന്നെ ഡോർമെട്രിയിൽ കിടന്ന് ഉറങ്ങി. നല്ല 10-100 പേരുണ്ടായിരുന്നു. രാത്രി കുറച്ച് നേരം അവരുമായി സംസാരിച്ചു. ആസാമിൽ നിന്നുള്ള കുറേ പേരായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഇന്നു മുതൽ ഇനി പ്രതീക്ഷിക്കാത്ത 2 അതിഥികൾ കൂടെ ഞങ്ങളുടെ യാത്രയിൽ ജോയിൻ ചെയ്യുകയായി.